അങ്ങനെ ഞങ്ങൾ സാന്റോറിനിയിലേക്കുള്ള ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ബസ് ഫുള്ളായി. അതുകൊണ്ട് നമ്മളിപ്പോൾ അടുത്ത ബസ്സിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 1:20 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ സാന്റോറിനിക്ക് പോവുകയാണ് ഏതൻസിയിൽ നിന്ന് സാന്റോറിനിയിലേക്ക് അല്ലേ. അതേ സെയിം ഫ്ലൈറ്റ്, പക്ഷേ ഡിഫറെൻറ്റ് എയർക്രാഫ്റ്റ്. നമ്മൾ ATR 726 എന്നതിൽ തന്നെയുള്ള, പക്ഷേ ഇത് മറ്റേത് ബ്രാൻഡ് ന്യൂ ആയിരുന്നു. ഇത് 13 വർഷം പഴക്കമുള്ള ഒളിമ്പിക് എയർലൈൻസിൻ്റെ ഈജിയൻ എയർലൈൻസ് ഫ്ലൈ ചെയ്യുന്ന ഒളിമ്പിക് എയർലൈൻസിൻ്റെ വിമാനമാണ്. സെയിം എയർക്രാഫ്റ്റ് തന്നെ, പക്ഷേ 13 വർഷമായി. കുറച്ച് പഴയതാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഫ്ലൈറ്റ്. അങ്ങനെ നമ്മളിങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സിറോസ് എന്ന് പറയുന്ന ആ ഒരു ഐലൻഡ് ക്രോസ് ചെയ്ത് പോവുകയാണ്. അത്യാവശ്യം വലിയ ഒരു ഐലൻഡാണ് സിറോസ്. അങ്ങിങ്ങായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും വീടുകളുണ്ട്. വളരെ കുറച്ച് വീടുകളൊക്കെ ഇവിടെ. അവർക്ക് ട്രാവൽ ചെയ്യാൻ മാത്രമായിട്ടുള്ള റോഡുകൾ. ആ ബ്യൂട്ടിഫുൾ മാജിക്കൽ ഐലൻഡിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടച്ച് ഡൗൺ ചെയ്യാറായി. അങ്ങനെ ആടി ഒലഞ്ഞ് ഇളകി മറിഞ്ഞാണ് ഇറങ്ങുന്നത്. കുറച്ചൊരു ഹാർഡ് ലാൻഡിങ് ആയിരിക്കും തോന്നുന്നു. ഇത്തിരി ഹാർഡായിരുന്നു. ലാൻഡ് ചെയ്തു സാന്റോറിനിയിൽ. നമ്മളെ കാത്ത് ഒരു ഡ്രൈവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ബുക്ക് ചെയ്ത് ആ ഹോട്ടലിൽ നിന്ന് അവരുടെ ആൾ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. 2:30 നമ്മൾ അവരോട് പറഞ്ഞത്. പിന്നെ ഫ്ലൈറ്റ് നമ്പർ ചോദിച്ചിരുന്നു. ഫ്ലൈറ്റ് നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ അത് ട്രാക്ക് ചെയ്തിട്ട് അത് ഇറങ്ങുന്ന സമയം നോക്കി അവർ വരും. ഇനി പുറത്ത് പോയി ഇവിടെ ഇറങ്ങാനൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ബാഗ് എടുക്കുക, പുറത്തേക്ക് ഇറങ്ങി പോവുക. ഇവിടെ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യാനും ഒന്നുമില്ല. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാലാണല്ലോ ഓൾറെഡി. സോ ഒന്നുമില്ല. ജസ്റ്റ് ബാഗ് എടുക്കുക, പുറത്തിറങ്ങി പോവുക. അവർ നമ്മളെ കാത്ത് പുറത്തുണ്ടാവും. നമ്മുടെ നെയിം ബോർഡ് പിടിച്ച് നിൽക്കുന്നുണ്ടാവും എന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ ആ ഡ്രീം ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി. ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ എക്സിറ്റിലോട്ട് പോവുകയാണ്. ഇവിടെ അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ സാന്റോറിനി. ബാഗേജ് ഉള്ളവർക്ക് ഇവിടുന്ന് ബാഗേജ് ക്ലെയിം ചെയ്യാം. ഓൾറെഡി ബെൽറ്റ് ലഗേജസ് വന്നു. ഒന്നുമില്ലാതെ നമ്മുടെ ഹാൻഡ് ബാഗേജ് മാത്രമുള്ളവർക്ക് നേരെ എക്സിറ്റ്. ഇവിടെ എക്സ്ചേഞ്ച് ഉണ്ട്. ഇനി ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ വിഡ്രോ ചെയ്യാം. ഇത് സിം എടുക്കാനുള്ളവർക്ക് സിം എടുക്കാം. സിമ്മിൻ്റെ കേസിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് എയറാലോ ആണ്. എയറാലോ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. എല്ലാ ഐലൻഡ്സിലും വർക്ക് ചെയ്തു. ഏതൻസിലും വർക്ക് ചെയ്തു. മിക്കനോസിൽ വർക്ക് ചെയ്തു. സാന്റോറിനിയിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. ഞങ്ങൾ 15 ദിവസത്തെ അൺലിമിറ്റഡ് പാക്കേജാണ് എടുത്തത് എയറാലോയ്ക്ക്. അൺലിമിറ്റഡ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. എൻ്റെ നെറ്റ് തന്നെയാണ് അനുവും കണക്ട് ചെയ്യുന്നത് ഹോട്ട്സ്പോട്ട്. സോ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ നെറ്റിനൊരു ക്ഷാമം ഉണ്ടായില്ല. 37 പൗണ്ട് അങ്ങാണ്ടായുള്ളൂ. അത് ഭയങ്കര ലാഭമാണ്. നമ്മളെ കാത്ത് നമ്മുടെ ഡ്രൈവർ അവിടെ നിന്ന് അയച്ച ആൾ പുറത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് പുറത്ത്. സോ നമുക്ക് നോക്കാം ആരാണ് നമ്മുടെ കണ്ടു. നമ്മളെ ഡ്രൈവറിനെ കണ്ടു. ഹായ്. അങ്ങനെ ഹായ്, ഹൗ ആർ യു? നമ്മൾ നമ്മുടെ ചേട്ടനെ അപ്പച്ചനെ കണ്ടുമുട്ടി. അപ്പച്ചൻ നമ്മളെ പേരൊക്കെ പിടിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട്സ് യുവർ നെയിം? ജോർജ് അപ്പൂപ്പൻ്റെ കൂടെ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പൂപ്പൻ ഞങ്ങളെ ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് വന്നതാണ്. പുള്ളി നമ്മളെ കൂട്ടാൻ വേണ്ടി. അപ്പം നമുക്കിനി നമ്മുടെ റൂമിലെത്തിയിട്ട് കാണാം. ജോർജ് അപ്പൂപ്പൻ്റെ വണ്ടി ഏതാണോ? വലിയ വാനുമായിട്ടാണ് അപ്പൂപ്പൻ വന്നത്. അല്ല,
ഇതാണ് അപ്പൂപ്പൻ്റെ വണ്ടി. ഇത് തന്നെ വലിയ വാനാണ് അപ്പൂപ്പൻ്റെ വണ്ടി. ബാക്കിൽ വെച്ചോ, പുള്ളി തുറക്കും. താങ്ക് യു. അപ്പം അനു അപ്പുറത്തൂടെ പോയി. കയറിക്കും. അങ്ങനെ സാന്റോറിനി എത്തി. ഞങ്ങളെ അച്ഛൻ വന്നു. അനു ബാക്ക് ആയിരിപ്പുണ്ട്, ഞാൻ ഫ്രണ്ടിൽ കയറിയിരുന്നു. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കത്തെ വീഡിയോസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയിരുന്നതാണ്. അപ്പോൾ നമ്മുടെ പേരൊക്കെ എഴുതി പുറത്ത് അപ്പം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു? ഓൺ ദ ക്ലിഫോ അങ്ങനെ എന്തോ. ഓൺ ദ ക്ലിഫ് എന്നാണ് നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര്. കണ്ടിട്ട് അടിപൊളിയാണ്. ചെന്നിട്ട് റൂം നോക്കാം. വണ്ടിക്ക് നമ്മൾ കുറച്ച് എക്സ്ട്രാ പേ ചെയ്യണം. അത് നോർമലി ഞാൻ നോക്കിയപ്പോൾ ഇവിടുന്ന് ടാക്സി വിളിക്കാനാണെങ്കിൽ ഇവർ പറഞ്ഞ റേറ്റും ഏകദേശം സെയിം ആയിരുന്നു. അപ്പോൾ ആ ഒരു റേറ്റ് നമ്മളെന്തായാലും കൊടുക്കണം. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടേക്കാം. അപ്പച്ചന് ഫൈൻ കിട്ടണ്ട വെറുതെ. ഇവിടെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എന്നാലും അങ്ങനെ ഇതാ ഫിറാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഫിറയിലാണ് നമ്മൾ താമസിക്കുന്നത്, ഫിറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന റൂം. ഫിറ ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ ലൊക്കേഷനാണ് ഫിറ എന്ന് പറയുന്നത്. ഞാൻ നോക്കിയപ്പം മിക്നോസിനേക്കാളും കുറച്ചും കൂടെ ആക്റ്റീവായിരിക്കും ഈ സ്ഥലം സാന്റോറിനി എന്ന് പറയുന്നു. അതേസമയം ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്നത് ഏറ്റവും ക്വയറ്റായിരിക്കുന്ന സ്ഥലവും കൂടെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവരെ നമ്മളെ കിട്ടി എന്ന് അവിടെ അവരുടെ ഹോട്ടലിൽ വിളിച്ച് പറയുന്നതാണെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയി. 2:30-ക്ക് എത്തേണ്ടത് 2:50-നാണ് വന്നത്. അവിടുന്ന് ബോർഡിങ് ഇച്ചിരി ലേറ്റായി. അപ്പം ഫ്ലൈറ്റ് ഒരു 20 മിനിറ്റ്സ് ഡിലേ ആയിട്ടാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. സോ ഇങ്ങോട്ടേക്കാണ് ഫിറ എന്ന് പറയുന്നത്. കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ആ ക്ലിഫിൽ ആണ്. അപ്പം വണ്ടി അവിടം വരെ പോവില്ല. പിന്നെ നമ്മുടെ റൂം വരെ വണ്ടി പോവില്ല, അതിൻ്റെ തൊട്ടടുത്ത് വരെ വണ്ടി പോകും. അതിനുശേഷം പിന്നെ എന്താ പറയുക, അവർ നമ്മളെ കൂട്ടാൻ വേണ്ടി വരും. അവിടെ ബാഗേജ് കളക്ട് ചെയ്യാൻ അവർ വരുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ടാക്സി പിടിച്ച് പോകുകയാണെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞു ഒരു സ്ഥലം പറഞ്ഞു, ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട്, അതിൻ്റെ അടുത്ത് വരെ വണ്ടി വരത്തുള്ളൂ, അവിടുന്ന് അവർ നമ്മളെ കൂട്ടാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. സോ കൊള്ളാം. ഇതുവരെ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നടക്കാനാണെങ്കിൽ പൊതുവേ നമ്മൾ പൈസ കുറച്ച് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. നടക്കാനാണെങ്കിൽ 1.5 മണിക്കൂറിന് മേലെ, 1 മണിക്കൂർ 40 മിനിറ്റ് കാണിച്ചു എയർപോർട്ടിൽ നിന്ന് ഫിറയിലേക്ക് നടക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ നടക്കണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയത്. മിക്കനോസിൽ അടുത്തായിരുന്നു എയർപോർട്ടും റൂമും അടുത്തായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, പെട്ടെന്നെത്തി. 36 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടെന്നുള്ളത് വലിയ ദൂരം തോന്നിയില്ല. തിരിച്ച് എയർപോർട്ടിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് ദൂരം തോന്നിയത്. കാരണം അത് അങ്ങോട്ടേക്ക് ഇറക്കമായിരുന്നു. തിരിച്ച് എയർപോർട്ടിലേക്ക് വന്നപ്പോൾ ഭയങ്കര കയറ്റമായതുകൊണ്ട് പറ്റിയില്ല. അപ്പം ഇതാണ് ഒയ്യ പിന്നെ ഫിറ എന്ന് പറയുന്ന 2 സ്ഥലത്തേക്കും പോകുന്ന റൂട്ട്. കുറേയും കൂടെ ഒരു പച്ചപ്പും കൃഷിയും ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. എനിക്കൊന്നു മിക്കനോസിനേക്കാളും കുറച്ചും കൂടെ വലിയ ഐലൻഡാണ് ഫിറ, മീൻസ് സാന്റോറിനി എന്ന് തോന്നുന്നു. കണ്ടിട്ട് കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്യുന്നല്ലേ. ഒരു മിക്കനോസിനേക്കാളും ഒരു കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല ഇവിടെ. അപ്പോൾ ഇനി നമ്മൾ ഐക്കോണിക് സ്ഥലമാണെന്ന് തോന്നുന്നു സാന്റോറിനി. ടൂറിസ്റ്റുകൾ അധികം വരുന്ന സമയമല്ല ഇപ്പോൾ, വളരെ കുറവാണ്. ഓഫ് സീസണാണ്, പക്ക ഓഫ് സീസൺ ടൈമാണ് ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്നതിൽ. ഫെബ്രുവരിയാണ് ഏറ്റവും കൂടുതൽ ഓഫ് സീസണായിട്ട് ഇരിക്കുന്ന സമയം. പിന്നെ മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ തൊട്ട് സീസൺ തുടങ്ങും, സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. ഓഗസ്റ്റ് ജൂലൈ ആണ് പീക്ക് സമ്മർ പീക്ക് സീസൺ ടൈം എന്ന് പറയുന്നത്. അപ്പോഴൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിരിക്കും. റൂം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ പിന്നെ എന്താ പറയുക, നമുക്ക് റെസ്റ്റോറൻറ്റ്സ് പിന്നെ റൂമിനൊക്കെ ഒടുക്കത്തെ റേറ്റ്, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ആ സമയത്തുണ്ടാവും. നല്ല റേറ്റ് ആയിരിക്കും റൂമിനൊക്കെ. ഇപ്പോൾ കുറച്ചും കൂടെ റേറ്റൊക്കെ കുറവാണ്. മിക്കനോസിലൊന്നും ടൂറിസ്റ്റേ ഇല്ല. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. 1-2 പേരെ വേറെ കണ്ടു കാണും, അല്ലാതെ ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല. ഞങ്ങൾ ഒരു സുവനീർ മേടിച്ച കടയിൽ ഞങ്ങൾ അവരോട് ചോദിച്ചു പിന്നെ ടൂറിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടോ, എന്താ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അവർ പറഞ്ഞു ഒന്നുമില്ല, ആരുമില്ല
ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നതെന്നാണ് അവരും പറഞ്ഞത്. അതേ അവസ്ഥ തന്നെയായിരിക്കും അത് തന്നെയായിരിക്കും ഇവിടെയും ഉള്ള ഇതെന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വളരെ ചുരുക്കമായിട്ടായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. ടൂറിസ്റ്റുകളുടെ പല ആക്ടിവിറ്റീസും പീക്ക് ടൈമിലുള്ള പല ആക്ടിവിറ്റീസും ഇപ്പോൾ ഉണ്ടാവില്ല, സമ്മർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചാൽ നിങ്ങളൊരു ക്വയറ്റ് ടൈം ആണ് എൻജോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം. വലിയ മഴയില്ല, പിന്നെ ഭയങ്കരമായ ചൂടില്ല, പിന്നെ എന്നാൽ തണുപ്പുമില്ല, കുറവാണ്. വൈകിട്ടാകുമ്പോൾ ചെറിയൊരു തണുപ്പുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ഇതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാൻ ഫെബ്രുവരി. എന്തുകൊണ്ടും നല്ലതാണ് അല്ലേ. കുറച്ചും കൂടെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും സാൻഡോർണിയിലുണ്ട് കേട്ടോ. മിക്കനോസ് പോലെ അല്ല, നല്ല വ്യത്യാസമുണ്ട്. ഇത് ഫിറോസ് സ്റ്റഫാനി കഴിഞ്ഞ് നമ്മൾ ഫിറയിലേക്ക് എത്തി എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഈ പുള്ളിയാണ് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നത്. ഇവിടെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്. ഇവിടം വരെ വണ്ടി വരുള്ളൂ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി പോവില്ല. അതുകൊണ്ട് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മൾ റൂമിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇൻവേർട്ടറാണെന്ന് തോന്നുന്നു, നമ്മളോടൊന്നും വേണ്ടിയില്ല. നമ്മളെ കൂട്ടി ജസ്റ്റ് പോകുന്നു. പുള്ളിയാണ് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നത്. അപ്പോൾ അത്യാവശ്യം ഉള്ളിലേക്ക് നടക്കാനുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറണം, ഇനി ദൈവമായി കയറണം. കടകളൊക്കെ ഓപ്പണാണ്. എന്തൊക്കെയൊക്കെയോ വെക്കുന്ന കടകൾ, സോനീസും കുറേ ഓയിലും കാര്യങ്ങളൊക്കെ, ഒലീവ് ഓയിലും ഇവരുടെ കുറേ പ്രൊഡക്ട്സൊക്കെ. എല്ലാ കേബിൾ കാറിൻ്റെ ഒക്കെ ടിക്കറ്റ് എടുക്കുന്ന സ്റ്റോറൊക്കെ ക്ലോസ്ഡ് ആണ്. കാൽഡേറ സൺസെറ്റ് വ്യൂ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെ സൺസെറ്റ് വ്യൂവിൻ്റെ സ്ഥലത്ത് എനിക്കൊന്ന് ടിക്കറ്റ് എടുത്ത് കയറി അവിടെ ഇരുന്ന് കാണണമെന്ന് തോന്നുന്നു. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സാണ്, എല്ലാം ക്ലോസ്ഡാണ്. ഇതൊക്കെ എല്ലാം ക്ലോസ്ഡാണ്, ഒന്നും ആക്റ്റീവ് അല്ല. ഇത് ഓപ്പണാണ് ഈ റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി എത്തി. ഹായ്. അങ്ങനെ ഇതാണ് പുള്ളിക്കാരി, നമ്മുടെ സിമോണ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരിയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ നിങ്ങൾ ദൂരെ കാണുന്നതാണ് വോൾക്കാനോ കേട്ടോ. ആ വോൾക്കാനോ ആണത്. നമുക്ക് അങ്ങോട്ടേക്ക് ടൂറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂം അപ്ഗ്രേഡ് ചെയ്ത് കിട്ടി. നമ്മൾ നോർമൽ ജൂനിയർ ജക്കൂസി എന്നാണ് പറഞ്ഞിരുന്നത്, ജക്കൂസി വില്ല പോലെ ഒരു റൂം. പക്ഷേ പുള്ളിക്കാരി നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. ഇതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. വാ, amazing. Yeah, that's why I will take the video later so you can explain. The Wi-Fi on the lift, that's all the same on the lift, but it has to be all together and all small. Thank you. ഇതാണ് ബാത്റൂം. അത് പുറത്തല്ലേ ജക്കൂസി? രണ്ട് പൂളുണ്ട്. അത് ചിലപ്പോൾ തണുത്ത വെള്ളമായിരിക്കും, അത് ഓണാക്കേണ്ടി വരും. തണുത്ത വെള്ളമല്ലേ ചോദിക്കണം. അങ്ങനെ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള പുറത്തിറങ്ങിയാലുള്ള വ്യൂ. റൂമിൽ നിന്ന് ഈ വ്യൂ തന്നെ. ഇതിൻ്റെ താഴേക്ക് അങ്ങോട്ടും ഉള്ള ഒരു ഫ്ലാറ്റായിരുന്നു നമ്മുടെ മീൻസ് റൂം. നമുക്കത് അങ്ങനെ ഇതാണ് ആ വോൾക്കാനോ. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു ടൂറൊക്കെ എടുക്കാം. അങ്ങനെ സാന്റോറിനിയിൽ ഞങ്ങളെത്തി. വിജനമായ സാന്റോറിനി.
ഞങ്ങളല്ലാതെ വേറൊരു ടൂറിസ്റ്റ് ഞങ്ങൾ ഇത്രയും നേരമായിട്ട് കണ്ടിട്ടില്ല. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കിട്ടി, തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഞങ്ങളെ താഴത്തെ ഇതായിരുന്നു അതാ ഇവിടെ അപ്ഗ്രേഡ് ചെയ്ത് മേലെ ജൂനിയർ. ഓ ഭയങ്കര കാറ്റാട്ടോ, വൃക്കത്തെ കാറ്റ്. അങ്ങനെ റൂമിൽ ബാഗും സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ഇറങ്ങി ആ വിജനമായ സാന്റോറിനിയിലൂടെ. എല്ലാം ജ്വല്ലറി ആണല്ലോ ഈ ഏരിയയിൽ മൊത്തം. ഇങ്ങനെ ക്ലോസ്ഡായ ഒരു മനുഷ്യക്കുട്ടി ഇല്ലാത്ത സാന്റോറിനി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എങ്ങോട്ടാണെന്നില്ലാതെ ഞങ്ങൾ നടക്കുവാണ്. ഇതിൽ ഇനിയിപ്പം വ്യൂ പോയിൻറ്റ്സ് എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം, അതാണ് മെയിൻ. ഒരു കട അങ്ങനെ തുറന്നിട്ട് ഞങ്ങൾ കണ്ടു. ജ്വല്ലറി എന്നാണ് എല്ലാത്തിനും എഴുതിയേക്കുന്നത്. എന്ത് ജ്വല്ലറി ആണോ ഇവർക്ക് അവർ വിൽക്കുന്നത് വെച്ചിട്ടുണ്ട്. കുറേ ഐറ്റംസ്, സാന്റോറിനിയുടെ കുറേ മാഗ്നറ്റ്സ് നമുക്ക് വാങ്ങണം എന്തായാലും. പക്ഷേ ഇപ്പം എന്തായാലും ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് അവർ ടൂറിസ്റ്റാണോ, ടൂറിസ്റ്റാണെന്ന് തോന്നുന്നു. ഇത്രയും നേരമായിട്ട് ഞാൻ ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തും. നമ്മൾ ആ ഐക്കോണിക് അവർ ടൂറിസ്റ്റാണെന്ന് തോന്നുന്നു. ഓ ഐസ്ക്രീമാണോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഐസ്ക്രീം എങ്ങനെ ഇങ്ങനെ മെൽറ്റ് ആവാതിരിക്കുന്നത് അല്ലേ? അവിടെ എന്തൊക്കെയൊക്കെയുണ്ട്, എല്ലാം ക്ലോസ്. ഇവിടെ ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്തേ, സാന്റോറിനി വാങ്ങി. അതെ, സാന്റോറിനി ഐലൻഡ് ഞങ്ങളിങ്ങനെ ഐലൻഡ് മൊത്തം റെൻറ്റിലെടുത്തു. ഒരു മനുഷ്യക്കുട്ടിയില്ല. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ ഇപ്പോൾ പറയുക, ഒന്നിനും തിരക്കില്ല, ഇടിയില്ല, എവിടെ വേണേലും നിന്ന് ഫോട്ടോ എടുക്കാം, റിലാക്സ് ചെയ്യാം. വളരെ ലിമിറ്റഡ് ആക്ടിവിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. എക്സ്പെൻസീവ്, എല്ലാത്തിനും ഹാഫ് പ്രൈസ് ഉള്ളൂ. സീസൺ ടൈമിലുണ്ടാകുന്ന, പിന്നെ ആ സീസൺ ടൈമിൽ ആ വൈബ് നിങ്ങൾക്ക് കിട്ടില്ല എന്നൊഴിച്ചാൽ പിന്നെ ബാക്കി ഒക്കെ ഓക്കെയാണ്. അവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്, ഡോറ് തുറന്ന് താഴേക്ക് ഇറങ്ങുന്ന പോലെ. എനിക്കൊന്നും ആ വ്യൂ അവിടെയും ഒരു ഇത് കാണുന്നുണ്ടല്ലേ. അവിടെയും ഒരു അടിപൊളി ഐലൻഡ് അവിടെയുണ്ട്. ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്, ആ പഴയ പോർട്ട്. അവിടേക്കുള്ള കേബിൾ കാറൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. താഴെ ഇതാണ് ആ പഴയ പോർട്ടിൻ്റെ ഏരിയ. അവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതായിരുന്നു. പിന്നെ ഒരു മനുഷ്യക്കുട്ടീനെ കാണുന്നില്ല. നമുക്ക് എന്തായാലും ഇറങ്ങി പോകണം താഴെ. കേബിൾ കാർ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. കേബിൾ കാർ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ നടന്ന് തന്നെ ഇറങ്ങിപ്പോണം. അതുപോലെയുള്ളൊരു പ്രൈവറ്റ് ടൂർ ആ ഒരു എന്താ പറയുക, ആ ഒരു വോൾക്കാനോയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എടുക്കാനുള്ള ആലോചനയിലാണ് ഞങ്ങൾ. ചെറിയ ബോഗൻ വില്ലാസൊക്കെ പൂത്ത്, പക്ഷേ അതൊക്കെ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഒറിജിനൽ അവിടെ പൂത്ത് കിടക്കില്ല. ഹോട്ടൽ അറ്റ്ലാന്റിസ് അല്ലേ? പ്ലാസ്റ്റിക് അല്ലേ അത്? പോയി തൊട്ട് നോക്കി. എനിക്കതേന്നാ തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ആ ദൂരെ കാണുന്നതാണെന്ന് തോന്നുന്നു. ഒയ്യ എന്ന് പറയുന്ന ഏരിയ. സാന്റോറിനി മീൻസ് ഫിറയുടെ കുറച്ച് അപ്പുറത്ത് കിടക്കും. ഫിറ ഇതല്ലേ? ഇപ്പം നമ്മൾ ഫിറയിലാണുള്ളത്. ഗ്ലാസ് ഇത് ബാറാണ്. ഇതാ ഒരു ചേർച്ച്. ചേച്ചിയുടെ വീഡിയോ ഉണ്ടായിരുന്നു. ചേച്ചി എൻ്റെ അമ്മ ഇവിടെ നനങ്ങാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ പുറകിൽ കാണുന്നുണ്ട്. അവർ ടൂറിസ്റ്റുകളാണോ എന്നറിയില്ല. അപ്പുറത്തെ സൈഡ് എന്തൊക്കെയുണ്ട്? എന്തോ ഒരു കല്ലിട്ടേക്ക് നമുക്ക് വോൾക്കാനിൽ എടുത്ത കല്ലാണോ? അതുപോലെ ഉണ്ടല്ലോ.
വോൾക്കാനോയുടെ മറ്റൊരു ഭാഗം ഇപ്പുറത്തെ സൈഡിൽ ഇവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ആ കളറും എങ്ങനെയാണ് അത് പണ്ട് പൊട്ടിത്തെറിച്ച് ഉണ്ടായി നിൽക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ മുകളിലേക്കാണ് ഇവർ ഈ ഒരു സംഭവങ്ങളെല്ലാം കെട്ടിപ്പണിത് കൊണ്ടുവന്നിരിക്കുന്നത്. ആ കോർണറിലായിട്ട് ഗ്രീസിൻ്റെ ഒരു ഫ്ലാഗ് പാറിപ്പറക്കുന്നത് നമുക്ക് കാണാം. അങ്ങ് ദൂരെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ഐലൻഡ്, അവിടുന്ന് ആ പോർട്ടിലേക്ക് ഇറങ്ങി വരാനുള്ള ആ വഴിയാണ് ആ കാണുന്നത്. നല്ല ഭംഗിയിൽ ഇവിടുന്ന് കാണാൻ. നല്ല കാറ്റുണ്ട്. അതുപോലെ ആ കാൽഡേറ വ്യൂ, കാൽഡേറയാണ് താമസം. നടന്ന് അവിടെ എത്തി. എന്താ നോക്കുന്നത്? ഹലോ, എന്താ നോക്കുന്നത്? പോർട്ട്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട പഴയ പോർട്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരുപാട് മേലെ എത്തി. ഇതിൻ്റെ ഇവിടെ നിന്നുള്ള അതിൻ്റെ ചില ആൾക്കാരുടെ പേരൊക്കെ അവർ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലിങ്ങനെ പ്രിൻ്റ് ചെയ്ത് മീൻസ് അതിൽ എൻഗ്രേവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ പേരുകൾ, ഡേറ്റൊക്കെ ഓരോ ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇതിൻ്റെ ഫിറയുടെ ഒരു കോർണർ ഭാഗത്തെത്തി. ആ ഒരു ബ്ലൂ ഡോമൊക്കെ കാണുന്ന അതിൻ്റെ അടുത്ത് നല്ല വെയിൽ, സൺസെറ്റ് ആവാറാവുന്നു. അതിൻ്റെ ആ സൂര്യൻ്റെ വെളിച്ചം എല്ലാ ബിൽഡിങ്ങുകളിലൊക്കെ ഇങ്ങനെ അടിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അസ്തമിച്ചവരിൻ്റെ ആ ഭംഗി ഞങ്ങൾ ഇന്നലെ മിക്കണോസിൽ വെച്ച് ഒന്ന് ആസ്വദിച്ചാണ്. അത് ഭയങ്കര ഒരു ഭംഗിയായിരുന്നത്, ഒരു രക്ഷയില്ലാത്ത ഭംഗി. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയും എന്ന് വിശ്വസിക്കുന്നു. അത് താഴെ എത്തുമ്പോഴത്തേനും ഒരു ഓറഞ്ച് കളറായി വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പെട്ടുപോയി തോന്നുന്നു ആ ഫോട്ടോയിൽ. പുള്ളിക്കാരി പൂച്ചേൻ്റെ കൂടെ സെൽഫി എടുക്കുമായിരുന്നു. വില്ല, ചെറിയ റൂമുകൾ, കഫേ, റെസ്റ്റോറൻറ്റ്സ്, ബാറ്, താമസിക്കാനുള്ള റൂമുകൾ എല്ലാം ആയിട്ട് ഇതിൻ്റെ ഇടയിലൂടെ എല്ലാം വഴിയാണ് കണക്റ്റഡ് ആയിട്ട് അങ്ങ് വരാൻ. ഇവിടെയൊക്കെ വണ്ടികൾ വരും കേട്ടോ. നമ്മുടെ മിക്നോസ് പോലെയല്ല, ഇവിടെ അകത്ത് കാറ് പോകാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. മീൻസ് എല്ലായിടത്തും ഇല്ല, ആക്സസിബിലിറ്റി ഇല്ല, പക്ഷേ അത് ഇവിടെയൊക്കെ അത്യാവശ്യം വണ്ടികൾ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ലൈറ്റായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. സമയം ഏകദേശം 5:30-6 മണിയായി. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടു. എന്താ പറയുക, നോർമൽ ഒരു ഞാൻ വാങ്ങിച്ചത് ഒരു പോർക്ക് വിത്ത് പീത്ത ബ്രെഡ്, ഫ്രൈസും പിന്നെ ഒരു തസിക്കി എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷണൽ ഗ്രീക്ക് യോഗട്ട് വെച്ചുണ്ടാക്കുന്ന ഒരു ഡിപ്പ് പോലത്തെ ഒരു ഐറ്റം. ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനും ഒരു പാസ്ത വിത്ത്
ചിക്കൻ ഒക്കെ എന്തൊക്കെയുള്ളൊരു പാസ്ത പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ വരും. അപ്പോൾ അതും കൂടെ ഞങ്ങൾ കഴിക്കട്ടെ. ബോൺ അപ്പറ്റിറ്റ്. ചീപ്പാണ്, റേറ്റ് ഭയങ്കര ചീപ്പാണ്. നമ്മൾ വലിയ ഇപ്പം നമുക്ക് സാന്റോറിനി കൊണ്ട് വലിയ ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ തപ്പി കണ്ടുപിടിച്ച് അവിടെ കയറി ഇരുന്ന് കുറച്ചേറെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആവും. ഇത് ഭയങ്കര ചീപ്പാണ്. നമുക്ക് ചെറിയ റേറ്റ് ആയിട്ടുള്ള ഈ 3 ഐറ്റം പറഞ്ഞു. 3 ഐറ്റം മീൻസ് 2 ഐറ്റം പ്ലസ് വെള്ളമൊക്കെ. തസേക്കി അല്ലേ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി. അവിടെ നിന്നായിരുന്നു കഴിച്ചത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പാസ്ത രസമുണ്ടായിരുന്നില്ല. പക്ഷേ പോർക്കിൻ്റെ ആയത് നോർമൽ നമ്മൾ എന്താ പറയുക, നാട്ടിലൊക്കെ നമ്മൾ ഷവർമയൊക്കെ മേടിക്കില്ല, അതുപോലെ പൊതുവേ അറബ് കൺട്രീസിലും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം. അറബ് കൺട്രീസിൽ പോർക്ക് കിട്ടില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ചിക്കൻ അങ്ങനെ ഇപ്പം പീത്ത ബ്രെഡ് പോലത്തെ ഐറ്റത്തിൽ മീൻസ് മൈനസൊക്കെ ആക്കി നമുക്ക് കിട്ടില്ല. അതുപോലെ മൈനസിന് പകരം തത്സിക്കി എന്ന് പറയുന്ന ട്രാവൽ ഏജൻസി ഇവിടെയുണ്ട്. നമുക്ക് ഫെറിയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റിയ ട്രാവൽ ഏജൻസിയൊക്കെ ഇവിടെയുണ്ട്. അവിടെ ഒരു ഷോപ്പ് ഓപ്പണാണ്, സുവനീറും കാര്യങ്ങളൊക്കെ. അവിടെ ഫാർമസി ഉണ്ട്. അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യം അത് രസമുണ്ടായിരുന്നു. ആ പോർക്ക് മീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൂടെ ഫ്രൈസ്, തത്സേക്കി, പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ പീത്ത ബ്രെഡ് കൂടെ. അത് നല്ല ഫില്ലിംഗ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തത്സേക്കി എന്ന് പറയുന്ന ആ സാധനം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താഴോട്ട് പോകണോ? അങ്ങ് വരെയോ? ഏതോടാ? ഈ കട ഓപ്പൺ അല്ല. അപ്പം സാന്റോറിനിയുടെ വേറൊരു ഭാഗം നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ താഴേക്ക് നടക്കുന്ന സമയം ഏകദേശം 6 മണി കഴിഞ്ഞല്ലേ. 6 മണി കഴിഞ്ഞ് 6:30 നമ്മൾ ആ സൺസെറ്റ് ആയ ടൈമിലായിരുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പം സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഇരുട്ടായി, രാത്രി. ടാക്സി സ്റ്റേഷൻ. ഒരു ടാക്സി സ്റ്റേഷൻ ഉണ്ട്, നമുക്ക് ടാക്സിയൊക്കെ ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന പോലത്തെ സ്ഥലം. ഇങ്ങോട്ട് കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ഇപ്പോൾ കാണാനുണ്ട്, ആൾക്കാരെയും. ലൈറ്റൊക്കെ തെളിഞ്ഞ കേട്ടോ. നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്നൊക്കെ കാണാൻ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ഒരു സൈഡാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. മ്യൂസിയം ഓഫ് പ്രീ ഹിസ്റ്റോറിക് തേര. ഇതാണ് ഇവിടുത്തെ ടാക്സി സ്റ്റേഷൻ എന്ന് പറയുന്നത്. ടാക്സി എടുത്ത് വേറെ ഐലൻഡ് അല്ലെങ്കിൽ ഒയ്യ എന്ന് പറയുന്ന ഭാഗത്തേക്കൊക്കെ പോയി കാണുന്നവർക്ക് ഇവിടുന്ന് ടാക്സി ബുക്ക് ചെയ്യാവുന്നതാണ്. താഴേക്ക് എന്തൊക്കെയോ സ്റ്റോറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് താഴെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ എവിടെ പോയാലും ഇന്ത്യൻസോ അല്ലെങ്കിൽ മലയാളികളോ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ദേ ഭാരത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇൻ സാന്റോറിനി. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. സമോസ, പപ്പടം, സമോസ, സാലഡ്, ചിക്കൻ സാലഡ്, എന്തൊക്കെയുണ്ട്. ചിക്കൻ ബിരിയാണി റൈസൊക്കെ ഉണ്ട്. വെജ് ബിരിയാണി, പനീർ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണി എല്ലാം ഉണ്ട്. അടിപൊളി ബിരിയാണി, ചിക്കൻ ബിരിയാണി, പനീർ. സാന്റോറിനിയിൽ വന്നിട്ട് ഇതൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ട്രഡീഷണൽ കിച്ചനാണ് കേട്ടോ. അതിനുമോളെ നമുക്ക് നാളെ കഴിക്കാം. തിയോനീസ് കിച്ചൺ. തിയോനീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് അവിടെ വേറൊരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ജ്വല്ലറീസ് ഒക്കെ വെക്കുന്നവർ. അതെ, അതെന്താ പോലീസ് സ്റ്റേഷനാണോ? എന്തത്? കോടതി, കോർട്ട്, അതും ഈ സമയത്ത്. സാന്റോറിനിയിൽ വക്കീലും കോർട്ടും കാര്യങ്ങളും ഒക്കെ കേസൊക്കെ കേൾക്കുന്നു, വാദിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മളിങ്ങനെ പറഞ്ഞേ ഉള്ളൂ അവിടെ ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, കണ്ടില്ലല്ലോ എന്ന്. അപ്പം നോക്കുമ്പോൾ പോലീസല്ല, കോടതി തന്നെ. ഏതാ കോടതി ചോദിക്കുന്നത്? കോടതിയും അവിടെ കേസൊക്കെ. എൻ്റെ വീഡിയോയിലാട്ടോ കിട്ടുന്നത്. എന്നാലും എനിക്ക് അത്ഭുതമായി പോയത് ഇന്ത്യൻ താലി റെസ്റ്റോറൻറ്റ് ഇൻ സാന്റോറിനി.